കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക വിമത സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനും എൽഡിഎഫിനും തുല്യ സീറ്റ് വന്നതോടെയാണ് സ്വതന്ത്രന്റെ പിന്തുണ അനിവാര്യമായത്. പുന്നക്കൽ വാർഡിൽ നിന്ന് കോൺഗ്രസ് വിമതനായി വിജയിച്ച ജിതിൻ പല്ലാട്ടാണ് ഭരണം തീരുമാനിക്കുന്നതിൽ നിർണായക ഘടകമാവുക. തിരുവമ്പാടി പഞ്ചായത്തിൽ യുഡിഎഫ് 9, എൽഡിഎഫ് 9, സ്വതന്ത്രൻ 1 എന്നതാണ് കക്ഷിനില. ആര് ഭരിക്കണമെങ്കിലും തിരുവമ്പാടി പുന്നക്കൽ വാർഡിൽ നിന്നും വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജിതിൻ പല്ലാട്ട് പള്ളത്തിന്റെ പിന്തുണ വേണം. 538 വോട്ട് നേടി വൻ ഭൂരിപക്ഷത്തിലാണ് ജിതിൻ വിജയിച്ചത്. കോൺഗ്രസ് പാർട്ടി ചിഹ്നം അനുവദിച്ച ശേഷം പിൻവലിച്ചതോടെയാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിലവിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് ജിതിൻ തീരുമാനിച്ചിട്ടില്ല. നിലവിലിപ്പം ഞാൻ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല. ഇടതുവശമായാലും വലതുവശമായാലും ഞാൻ ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം എനിക്ക് വേണ്ടി അകമഴിഞ്ഞ പിന്തുണ, പേരെടുത്ത് പറയേണ്ട എല്ലാ ആളുകളും ഞാൻ പേരെടുത്ത് പറയേണ്ടതാണ്. ഇവരെല്ലാ ആളുകളും എനിക്ക് അകമഴിഞ്ഞ പിന്തുണ ഈ നാട്ടുകാരെനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ള ആളുകളുടെ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ഏതോ അവിടെയാണ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടെ ജിതിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതുവരെയും ഇയാൾക്ക് പാർട്ടി അംഗത്വം നൽകിയിട്ടില്ല. തന്നെ ആരും ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും ജിതിൻ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. എൽഡിഎഫിന് പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ലെന്ന് സിപിഎം നേതാവ് പി മോഹനൻ. പരാജയ കാരണം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാഥമികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലും മെച്ചപ്പെട്ട വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. അതുണ്ടായില്ല. എന്തുകൊണ്ടതുണ്ടായില്ല എന്നുള്ളത് വിശദമായ പരിശോധന എല്ലാ തലത്തിലും സൂക്ഷ്മതലത്തിൽ തന്നെ മുന്നണി നടത്തും, CPIM നടത്തും. ഇത് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം എന്ത് എല്ലാം മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, ഏതെല്ലാം തിരുത്തലുകൾ എവിടെയെല്ലാം ആവശ്യമുണ്ട്, അതെല്ലാം വളരെ ഗൗരവമായും അതുപോലെ തന്നെ സമയബന്ധിതമായും CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത്തരം കാര്യങ്ങളെല്ലാം ഗൗരവത്തോടെ ആലോചിക്കുന്നു. UDF വെൽഫെയർ പാർട്ടി സഹകരണത്തിനെതിരെ മലപ്പുറത്ത് CPM ജില്ലാ സെക്രട്ടറി VP അനിൽ. UDF വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചതാണ് മലപ്പുറത്തെ പരാജയത്തിന് കാരണമെന്നാണ് വിശദീകരണം. കേരളത്തിന്റെ മതേതരത്വത്തെ തന്നെ തകർക്കുന്നതാണ് ഈ കൂട്ടുകെട്ടെന്നും അനിൽ വിമർശിച്ചു. ഇതൊരു താൽക്കാലികമായിട്ടുള്ള പരാജയമായി കണക്കാക്കുന്നു. കേരളത്തിൽ പൊതുവിലുണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്കകത്ത് ഉണ്ടായിട്ടില്ല. UDFന്റെ ആപൽക്കരമായ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആപൽക്കരമായ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ആ കൂട്ടുകെട്ട് ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയിലേക്ക് എത്തുകയും അതിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനം ഇടതുപക്ഷത്തിനെതിരായി അത് മതനിരപേക്ഷതയെ കൂടി വെല്ലുവിളിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം കൂടി ആണ് ഇവിടെ ഞങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ പരിശോധന നടത്തുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. പിണറായി സത്തിനേറ്റ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. മന്ത്രി മുഹമ്മദ് റിയാസ് നയിച്ചിട്ട് കോഴിക്കോട്ട് പോലും പരാജയമുണ്ടായി. പിണറായിയിൽ നിന്ന് മതേതര നിലപാടാണ് ജനം പ്രതീക്ഷിച്ചതെന്നും അതേസമയം വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയാണ് അദ്ദേഹം കൊണ്ടുപോയതെന്നും അൻവർ പറഞ്ഞു. 2026-ൽ 100 സീറ്റിലധികം നേടാനാകുമെന്ന പ്രതീക്ഷയും അൻവർ പങ്കുവച്ചു. പിണറായി സത്തിനേറ്റ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മലബാറിൽ പോലും കോഴിക്കോട് പോലും മരുമകൻ മുഹമ്മദ് റിയാസ് നേർക്കുനേരെ നിന്ന് പോരാട്ടം നയിച്ചിട്ട് പോലും ഇത്ര വലിയൊരു പരാജയം CPM-ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. അതാണ് കേരളത്തിലെ ബഹുജനം തിരിച്ചറിഞ്ഞത്. പിണറായി വിജയനിൽ നിന്ന് ആളുകൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? അദ്ദേഹത്തിൽ നിന്ന് ഒരു മതേതര നിലപാടും കൃത്യമായും പ്രതീക്ഷിച്ച ജനങ്ങളാണ് അവർക്ക് വോട്ട് ചെയ്തത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഏറ്റവും വലിയ വർഗീയവാദം പറയുന്ന ആളുകളെ കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് അവർക്ക് മാല ചാർത്തി കേരളത്തിലെ പൊതുസമൂഹത്തെയും ബഹുസ്വര സമൂഹത്തെയും മതേതരവാദികളെയും വെല്ലുവിളിക്കുകയാണ് ചെയ്തത്.
നിങ്ങൾ നോക്കൂ, ഇപ്പൊ BJP അടക്കം ഇവിടെ വികസിത കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് വർഗീയത സംസാരിക്കുന്നത്.